ലാവയുടെ ലാവ ബ്ലേസ് AMOLED 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ ബ്ലേസ് AMOLED 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ലാവ ബ്ലേസ് AMOLED 5Gയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. എടുത്തു പറയേണ്ട കാര്യം AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കൂടി ഇതിൽ വരും. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വന്നേക്കാം. ഈ ഒരു ഫോണിൻ്റെ വില മിക്കവാറും 15,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. 12,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരും. ഫോണിൻ്റെ വെയിറ്റ് വരിക 183 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.45 mm ആയിരിക്കും. പിന്നെ ടൈറ്റാനിയം ഗ്രേ, സ്റ്റെറൈലൈറ്റ് പർപ്പിൾ എന്നീ കളർ വേരിയൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു 5G പ്രോസസ്സറാണ്. അപ്പം ഈ ഒരു ഫോൺ 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ തന്നെ പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ഈ ഒരു ഫോണിൻ്റെ 4 GB റാം വെർഷനും 6 GB റാം വെർഷനും 8 GB റാം വെർഷനും വരുന്നതായിരിക്കും. 128 GB ഇൻറ്റേർണൽ ആയിരിക്കും വരിക. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നതായിരിക്കും. അത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിലുണ്ടാവില്ല. Android 15 ബേസിലുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 64 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ഇത് സോണിയുടെ സെൻസർ ആയിരിക്കും. പിന്നെ രണ്ടാമത് 2 MP ഒരു സെൻസറും വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ ഒരു 16 MP സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ആയിരിക്കും വരിക. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. അടുത്ത് തന്നെ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്ത് ലാവ ബോൾഡ് 5G എന്നൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിലും ഇതേ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫോണിൻ്റെ വില അതേ സെയിം പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. അപ്പം ഈ ഒരു ഫോണും നമുക്ക് 12,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ലാവയുടെ ബ്ലേസ് AMOLED 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.